നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ചന്ദിരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ശിശുദിനാഘോഷം വേറിട്ട അനുഭവമായി. വാർത്തകൾ വിശദമായി. നവംബർ 14 മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. അരൂരിലും പരിസരത്തുമുള്ള സ്കൂളുകളിൽ ശിശുദിനം സമുചിതമായി ആചരിച്ചു. ശിശുദിനത്തിൽ ചന്ദിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ LP UP സ്കൂൾ വിദ്യാർത്ഥികളുടെ ആഘോഷം വേറിട്ട അനുഭവമായി മാറി. ശിശുദിനത്തിൽ അരൂർ പള്ളിയറക്കാവ് റോഡിലെ പകൽ വീട്ടിലെ അന്തേവാസികൾക്ക് പുതുവസ്ത്രങ്ങൾ സമ്മാനിച്ചും അവരോടൊത്ത് പാട്ടുപാടിയും വിശേഷങ്ങൾ തിരക്കിയുമാണ് അവർ അധ്യാപകരോടും PT അംഗങ്ങളോടൊത്തും പൊതുപ്രവർത്തകരോടൊത്തും ശിശുദിനം ആഘോഷിച്ചത്. വൃദ്ധജനങ്ങളുടെ അനുഭവങ്ങളും അവസ്ഥകളും തിരിച്ചറിഞ്ഞ കുട്ടികൾ പുസ്തകത്തിലൂടെ അറിയാത്ത ജീവിത പാഠങ്ങളാണ് കരസ്ഥമാക്കിയത്. ഒരമ്മയിൽ നിന്ന് വിഷമതകൾ നേരിട്ടറിഞ്ഞ ഒരു കുട്ടി മിഴിനീരൊഴുക്കിയാണ് അമ്മയോട് അനുഭാവം പ്രകടിപ്പിച്ചത്. കുട്ടിയുടെ കണ്ണുനീർ കൂട്ടുകാരികളിലേക്കും പകരുന്ന ചിത്രമാണ് അവിടെ കണ്ടത്. അന്തേവാസികളുടെ കൂട്ടത്തിൽ തയ്യൽ കടയിൽ നിന്നും ലഭിക്കുന്ന കട്ട്പീസ് തുണികൾ കൊണ്ട് ചവിട്ടി നിർമ്മിക്കുന്ന കൗശല്യയെയും കുട്ടികൾ പരിചയപ്പെട്ടു. ചന്ദിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ LP UP വിഭാഗത്തിലെ 50ഓളം വിദ്യാർത്ഥികളാണ് PTA നേതൃത്വത്തിൽ പകൽ വീട്ടിലെത്തിയത്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ശിശുദിന റാലിയിൽ പങ്കെടുത്ത ശേഷമാണ് കുട്ടികൾ പകൽ വീട്ടിലെ 9ഓളം വരുന്ന അന്തേവാസികളുമൊത്ത് മണിക്കൂറുകൾ പങ്കിട്ടത്. വൃദ്ധജനങ്ങളുമൊത്ത് അവർ പാട്ടുപാടി ശിശുദിനം ആഘോഷിച്ചു. അന്തേവാസികൾക്കായി കരുതി വച്ചിരുന്ന പുതപ്പുകളും പഴങ്ങളും അവർ സമ്മാനിച്ചു. കുട്ടികളോടൊപ്പം ചന്ദിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റോയ് മത്തായി, ഹെഡ് മിസ്ട്രസ് KV ശോഭന, PTA പ്രസിഡന്റ് ഇത്തിത്തറ ബാബു, പഞ്ചായത്ത് മെമ്പർമാരായ നൌഷാദ് കുന്നേൽ, സിനിമോൾ മനോഹരൻ, PTA പ്രതിനിധികളായ സാനു പ്രമോദ്, അനിൽ PB, സുനിത ഷിഹാബുദ്ദീൻ, അധ്യാപകരായ ഹരീഷ് ലാൽ, ജയലക്ഷ്മി, അനിൽ, TX സിജി, KC ഡയാന എന്നിവരും അനുഗമിച്ചു. മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു സ്നേഹ സമ്മാനമായിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അരൂർ പഞ്ചായത്തിലെ പകൽ വീട് എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനത്തിൽ 10ഓളം വൃദ്ധരായ മാതാപിതാക്കളുണ്ട്. അവരുടെ ഒരു സ്നേഹവും സന്തോഷവും ഞങ്ങളുടെ കുട്ടികൾക്ക് ഒരു സ്നേഹമായിട്ടും അവർക്കൊരു സമ്മാനമായിട്ടും അവരുടെ സന്തോഷം ഇവിടെ പങ്കെടുക്കുകയാണ്. തങ്ങളുടെ ജീവിതത്തിൽ നല്ല പങ്കും അധ്വാനിച്ച് മക്കളെ വളർത്തി വലുതാക്കിയ ശേഷം പലപ്പോഴും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ധാരാളം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് പകൽ സമയം ഒന്നിച്ചു കൂടാനും അവരുടെ സന്തോഷം പങ്കിടാനുള്ളൊരു നല്ലൊരു രീതിയാണ്. വളരെ പ്രശംസനീയം തന്നെയാണ് ഈ ഒരു ചടങ്ങ് സന്ദർശിച്ചതിൽ. നമ്മുടെ പകൽ വീടിൽ നമ്മളെ നാളത്തെ ഭാവി ഇന്നിപ്പോൾ നമ്മുടെ ഇവിടെ പകൽ വീട്ടിലുള്ള നമ്മുടെ അമ്മമാരെ കാണാൻ, അവരെ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചുകൊണ്ട് പ്രയാസങ്ങളൊക്കെ അറിയാൻ ആ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. അവരുടെ രക്ഷകർത്താക്കളുമൊക്കെ ഇത്തരത്തിലൊക്കെ പ്രായത്തിൽ പോകുമ്പോൾ അവരും നാളെ ഈ വളർന്നു വരുന്ന സാഹചര്യം ഈ പ്രായത്തിലേക്ക് തിരികെ പോകുമ്പോഴും ഉണ്ടാകുന്ന അനുഭവങ്ങളൊന്ന് തിരിച്ചറിയുവാനും, അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് അവരുടെ മാതാപിതാക്കൾ അന്യം വന്നു പോകുന്നു എന്നൊരു സാഹചര്യം ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനോവികാരമാണ് ശിശുദിനത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് കുട്ടികളെ പ്രചോദനമുണ്ടാക്കാനുള്ള കാരണം. ഇത് കുട്ടികൾക്കും ഒരു പുതിയ അനുഭവമായിരിക്കും. കാരണം വളർന്നു വരുന്ന തലമുറ ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവർക്കിതൊരു സഹായമാകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ദിവസത്തിൽ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ GHSS ചന്ദൂരിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ ഇവിടെ ശിശുദിനത്തോടനുബന്ധിച്ച് അവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പകൽ വീട് കെയർടേക്കർ അനിത നന്ദി പ്രകാശിപ്പിച്ചു. വളരെ സന്തോഷമുണ്ട് വന്നതിൽ. അമ്മമാർക്ക് സ്നേഹസമ്മാനം നൽകി. അപ്പോൾ ഇവിടെ പകൽ വീടെന്ന് പറയുന്നത്
അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.